പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി ഞായറാഴ്ച. 2025 എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വർഷത്തിന്റെ 2-ാം മാസത്തിന്റെ 1-ാമത്തെ വിശുദ്ധ ദിനം. അതെ, ഈ ഞായറാഴ്ച നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 34-ാം സങ്കീർത്തനം 7-ാം വാക്യം. സാംസ് 34:7 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. 34-ാം സങ്കീർത്തനം ഒരു 10 പ്രാവശ്യത്തിൽ കുറയാതെ നാം ഒരു മാസം വായിക്കും. ഇത്രത്തോളം ആത്മീയ ജീവിതത്തെ സമ്പുഷ്ടപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന, നമ്മുടെ സങ്കടങ്ങളിലും വേദനകളിലും നമ്മെ ബലപ്പെടുത്തുന്ന മറ്റൊരു സങ്കീർത്തനം ഇല്ല എന്ന് തന്നെ പറയാം. ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ തന്നെയാണ്. ഇതാ, ദാവീദ് ബുദ്ധിഭ്രമം നടിച്ച് അബിമേലെക്കിന്റെ മുമ്പിൽ നിന്നും ആട്ടിപ്പായിക്കപ്പെട്ടു പോയപ്പോൾ ദൈവത്തിന് സ്തുതി പാടുകയാണ്. ഒരു ദൈവ പൈതലിനെ തമ്പുരാൻ എങ്ങനെയാണ് മാനിക്കുന്നത്, എങ്ങനെയാണ് ഉയർത്തുന്നത്, എങ്ങനെയാണ് പരിപാലിക്കുന്നത്, എങ്ങനെയാണ് കരുതുന്നതെന്ന് ഓരോ വാക്യത്തിൽ കൂടെ വ്യക്തമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതിനകത്തിലെ ഓരോ വാക്യങ്ങളും എൻ്റെ ജീവിതത്തോട്, നമ്മുടെ ജീവിതത്തോട് ചേർത്തൊന്ന് വായിച്ചാൽ നിശ്ചയമായും ഇത് നമ്മുടെ സാക്ഷ്യമാണ്, എൻ്റെ സാക്ഷ്യമാണ്. അതെ, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ കടിച്ചു കീറുവാൻ, പിച്ച് ചീന്തുവാൻ, കാരണമുണ്ടെങ്കിലും കാരണമില്ലെങ്കിലും കാരണമുണ്ടാക്കി നമുക്കെതിരെ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ, ഹല്ലേലൂയ, തന്റെ ഭക്തനെ, തന്റെ ദൂതനെ അയച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആദ്യോടന്തം നാം വായിക്കുമ്പോൾ ഈ ഒരു വലിയ വിടുതലിന്റെ, ഈ ഒരു വലിയ സംരക്ഷണത്തിന്റെ, ഈ ഒരു വലിയ കരുതലിന്റെ അനേക ഭക്തന്മാരായ ദൈവദാസന്മാരുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് പാഠമാണ്. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ ദിവസം അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ തമ്പുരാൻ അറിയുന്നു. അതിൽ നിന്ന് വിടുവിക്കുവാൻ, സൗഖ്യം തരുവാൻ, നിങ്ങളെ വിമോചിപ്പിക്കുവാൻ നിങ്ങൾ അറിയാത്ത വഴിയിൽ കൂടെ തന്റെ ദൂതനെ അയച്ച് നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ മക്കൾ വിദേശത്തായിരിക്കാം, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ ഉപജീവനാർത്ഥം പലയിടങ്ങളിലായിരിക്കാം, നിങ്ങൾ ഒരു ഭവനം ആഗ്രഹിക്കുന്നുണ്ടാകാം, നിങ്ങൾ മക്കളുടെ വിവാഹം, അവരുടെ ജോലി, വിവിധ ആവശ്യങ്ങൾ, വിദേശയാത്ര, സാമ്പത്തിക ബാധ്യതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പല വിഷയത്തിൽ വ്യാകുലപ്പെടുന്നവരാകാം. ഈ വിശുദ്ധ ദിനം രാവിലെ വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുക. തമ്പുരാൻ നിശ്ചയമായി നിങ്ങളെ മാനിക്കുന്ന ദൈവമാ, നിശ്ചയമായി നിങ്ങളെ കരുതുന്ന ദൈവമാ. അതെങ്ങനെയാണ്? തന്റെ ദൂതനെ അയച്ച്, ഹല്ലേലൂയ, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൂതൻ പാളയമിറങ്ങി നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. ഇതിൽ കൂടുതൽ എന്ത് ഉറപ്പാണ് നമുക്ക് വേണ്ടത്? ഈ ലോകത്തിന്റെ സെക്യൂരിറ്റി സിസ്റ്റം പോലല്ല, ഈ ലോകത്തിന്റെ യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റിയോ അല്ലെ സർവൈലൻസ് ലെൻസോ മറ്റ് യാതൊരു CCTV പോലെ അല്ല. സ്വർഗത്തിലെ ദൂതൻ നമ്മെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് ഒന്നിന്റെയും ആവശ്യമില്ല. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ
തമ്പുരാനോട് പറയാം, തമ്പുരാൻ നമ്മയും നമ്മുടെ മക്കളോ കുടുംബാംഗങ്ങളോ ഈ ലോകത്തിന്റെ ഏത് വൻകരയിൽ ആയിരുന്നു കൊള്ളട്ടെ, അവിടെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് ചില പ്രശ്നത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നോ, മനം ആകമാനം തളർന്നിരിക്കുന്നോ, ഹൃദയത്തിൽ വേദനയോ ഭാരമോ ഉണ്ടോ, നിങ്ങൾ ചില വിഷയങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, ഭയപ്പെടുന്നു, എന്നാൽ അതിന്മേൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം 34-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ കൂടെ ഉറപ്പ് തരുന്നു. നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്ന, വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന, നിങ്ങൾ കേണപേക്ഷിക്കുന്ന വിഷയത്തിന്മേൽ തന്റെ ദൂതനെ പാളയമിറക്കി നിങ്ങളെ വിടുവിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്ന ഒരു ദൈവം. ആ ദൈവം ഇന്ന് പകൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവകൃപയാൽ നിറയ്ക്കട്ടെ. ഈ വിശുദ്ധ ദിനം വിടുതലിന്റെയും സംരക്ഷണത്തിന്റെയും ദൈവത്തിന്റെ പരിപാലനത്തിന്റെയും ദിനമാകട്ടെ. എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ. ഈ വാഗ്ദത്ത വചനം ഇന്ന് നമുക്ക് ശക്തി പകരട്ടെ. തളർന്നിരിക്കുന്ന മനസ്സുകൾ, വേദനിച്ചിരിക്കുന്ന ഹൃദയങ്ങൾ, ആകമാനം വിഷമാവസ്ഥയിലായിരിക്കുന്ന മനസ്സുകൾ, നിങ്ങളെ സ്വർഗം പരിപാലിച്ച് ധൈര്യപ്പെടുത്തി ദൈവകൃപയോടെ നിർത്തി ഉള്ളങ്കരങ്ങൾ വഹിച്ച് ഒരു ജയജീവിതം നയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ വിശുദ്ധ ദിനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ വർഷത്തിന്റെ 2-ാം മാസത്തിന്റെ 1-ാമത്തെ വിശുദ്ധ ദിനം ഞങ്ങൾക്ക് അവിടെ നൽകിയതിനായി സ്തോത്രം. അപ്പാ, അങ്ങയെ മാനിക്കുന്നവരെ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരെ, അങ്ങയോട് പ്രാർത്ഥിക്കുന്നവരെ ദൂതൻ പാളയമിറങ്ങി വിടുവിക്കുമെന്ന് ഇന്നത്തെ വചനത്തിൽ കൂടെ ഞങ്ങളെ ഉറപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ ചില അവസ്ഥയിൽ കൂടെ കടന്നു പോകുക. ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ നിന്ദകൾ, പരിഹാസങ്ങൾ, പല വിഷയങ്ങൾ ഞങ്ങൾക്കുണ്ടപ്പാ. എന്നാൽ അവിടെയൊക്കെ ഞങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൂത സഞ്ചയം, ഞങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു ദൂതന്മാർ അവിടുന്ന് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതിനായി സ്തോത്രം. ഇന്നത്തെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഞങ്ങൾ ആരാധനാലയങ്ങളിലേക്ക് കടക്കുന്നു. നിന്റെ കൃപയുണ്ടായിരിക്കണമേ, സ്വർഗ്ഗ നന്മകളാൽ പൊതിയണമേ. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നാം കടന്നു പോകുന്ന ഏത് വിഷയത്തിലും തന്റെ ദൂതനെ അയച്ച് സംരക്ഷിക്കുന്ന ഒരു ദൈവം. അത് നാം ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. ഒരു ഭക്തനെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ നീതി, വിശ്വസ്തത. അതെ, ആ വിശ്വസ്തത ഇന്ന് പകൽ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരുടെ മേലും, നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ സ്വർഗമെന്ന് മാനിച്ച് അനുഗ്രഹിച്ച് സ്വർഗീയ സംരക്ഷണത്താൽ നിറയ്ക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.